ഗൈസ് ഡിക്രു ഗൈസ് അങ്ങനെ നല്ലൊരു ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ ഗൈസ്. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു, ഇനി ന്യൂ ഇയർ വരാൻ പോവാണ്. നമ്മുടെ 2025 നമ്മളോട് വിട പറഞ്ഞ് 2026 എന്ന് പറയുന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇനിയും വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഈ 2025 വന്ന വർഷം എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പുതിയൊരു ലൈഫ് കിട്ടിയൊരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ സന്തോഷകരമായ കുറേ കാര്യങ്ങൾ നടന്നൊരു വർഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചൊരു വർഷമായിരുന്നു 2025. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം നമ്മൾ എവിടെ നിന്നാണോ ഡിക്രു ഗൈസ് കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൽ ഓരോ സൊല്യൂഷൻ മാറിയൊരു വർഷമായിരുന്നു. അതെല്ലാവർക്കും അറിയാം. എനിക്ക് പുതിയ ഫാമിലിയെ കിട്ടിയ വർഷമായിരുന്നു. കുറേ ആൾക്കാർ, കുറേ ബ്രദേഴ്സിനെയും കുറേ ചേച്ചിമാരെയും കുറേ ചേട്ടന്മാരെയും അതുപോലെ തന്നെ കുറേ കുട്ടീസ് ബോയ്സ്, അങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പ്, കുറേ ആൾക്കാരെ കിട്ടിയ വർഷമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം നല്ലൊരു വർഷമായിരുന്നു 2025 എന്നുള്ളത്. അപ്പം ഇനി 2026 കടക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ തന്നെ വളരെ അധികം നല്ലൊരു വർഷമായി തീരണം, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇനിയും 2025 കുറേ കാര്യങ്ങൾ നടക്കാതെ പോയ കുറേ പേരുണ്ടാകാം. കുറേ വിഷമങ്ങളും കുറേ ദുഃഖങ്ങൾ അനുഭവിച്ച കുറേ പേരുണ്ടാകാം. കുറേ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ അങ്ങനെ പോയിട്ടുള്ള കുറേ പേരുണ്ടാകാം. അതൊന്നും വിഷമിക്കട്ടെ ഗൈസ്. അതൊക്കെ ഓർത്ത് നിങ്ങൾ കുറേ കരഞ്ഞിട്ടും ഉണ്ടാകാം. കുഴപ്പമില്ല. 2026 കടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നടക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എല്ലാം നടക്കുന്ന ഒരു അടിപൊളി വർഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും 2026 ഒരു പൊളിയായിരിക്കട്ടെ. അങ്ങനെ അടിച്ച് നമുക്ക് പൊളിക്കാം. 2026 പുതിയൊരു ലൈഫും പുതിയൊരു ഇതിലേക്ക് എല്ലാവരും മാറട്ടെ. അപ്പം നമുക്ക് ഇനിയും 2026 കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ പൊളിക്കാം.